ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 ഉരുളൻകിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 ഇഞ്ച് കനത്തിൽ നീളത്തിൽ ഇതൊന്ന് മുറിച്ചെടുക്കാം. അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കനത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. തീരെ കനം കുറഞ്ഞു പോകരുത്. ഈ പരുവത്തിന് വേണം അത് മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് നല്ലതുപോലെ കഴുകി ഒരു 15-20 മിനിറ്റ് നേരം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ വെച്ചേക്കണം. ഉരുളൻകിഴങ്ങിൽ വെള്ളം ഒഴിച്ച് നമുക്ക് 15 മിനിറ്റ് നേരത്തേക്ക് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു കോട്ടിംഗ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു 2 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനം ആണ് നമുക്ക് ഇതിന് വേണ്ടുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നേർമയായിട്ട് ഒന്ന് കലക്കി വയ്ക്കാം. കട്ടി കൂടരുത്. തീരെ കനം കുറച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. മൈദ, അരിപ്പൊടി, കോൺഫ്ലവർ, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയേ ആകാവൂ, ഒരുപാട് കട്ടിയാകരുത്. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് 15 മിനിറ്റ് ആയിട്ട് വെള്ളത്തിൽ കിടക്കുകയാണ്. അത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം പോകാനായിട്ടാണ് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമുക്കിത് നല്ലതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ വേവരുത്. 5 മിനിറ്റ് നമുക്കിത് വേവിച്ചാൽ മതി. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത്രയും മതി. ഇത് വെന്ത് പോവരുത്. ഇതാണ് പരുവം. ഈ പരുവാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്കിത് വറുത്ത് കോരാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എടുത്ത് നമ്മൾ കലക്കി വെച്ചിരുന്ന ബാറ്ററിലിട്ട് മുക്കി നമുക്ക് എണ്ണയിലേക്കിടാം.
ഉടനെ തന്നെ നമ്മൾ തവി കൊണ്ട് ഇളക്കരുത്, ഇളക്കി അതിൻ്റെ കോട്ടിങ് ഇളകി പോകും. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ അത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒന്നിനോടൊന്ന് ഒട്ടിപ്പോകാതെ ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചേർത്ത് ഒട്ടിപ്പോകാൻ ഇടവരരുത്, വരാതെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കത് ഇപ്പോൾ ഇതിനോട്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് മൂത്തിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, നല്ല ക്രിസ്പിയാണ്. നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.